അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 17 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 17 മുതലുള്ള ചില വാക്യങ്ങൾ. ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 33-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, നിന്റെ വചനത്തിലൂടെ തിരുമുഖത്തേക്ക് നോക്കുന്ന നിന്റെ മക്കളാകുന്ന ഞങ്ങളോട് കരുണ കാണിക്കുകയും നിന്റെ വചനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെല്ലാവരെയും പ്രകാശിതരാക്കുകയും നിന്റെ വചനത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങളുടെ ആയുസ്സിനെ സമർപ്പിക്കുവാനും അപ്രകാരം ഉത്തമ സാക്ഷ്യം വഹിക്കുവാനും ആ സാക്ഷ്യത്തിന് ഞങ്ങൾ നൽകേണ്ടി വരുന്ന വില എന്തു തന്നെയായിരുന്നാലും അതിനെ നൽകുവാനുമുള്ള ദൈവിക ശക്തി, പ്രകാശം, പ്രചോദനം ഞങ്ങൾക്ക് നൽകണം. അതിന് തിരുവചന ധ്യാനവും കേൾവിയും മുഖാന്തരമാകണം. ബലഹീനനായ എൻ്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങേക്ക് സ്വീകാര്യവും പ്രസാദകരവുമായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. ആരാധനായ മെത്രാപ്പൊലീത്ത തിരുമേനി, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കൂർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട തിരുമേനിമാരെ, വികാരി ജനറൽ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സുവിശേഷകരെ, സേവനിമാരെ, പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. 121-ാമത് മാരാമൺ മഹായോഗത്തിൽ നാം സംബന്ധിക്കുന്നു. 121-ാമത് മാരാമൺ കൺവെൻഷന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ ലോകത്തോട് എന്താണ് പറയാനുള്ളത്? ഒരു 121 അഭിപ്രായങ്ങളെങ്കിലും നമ്മളിപ്പോൾ സമന്വയിപ്പിച്ചാൽ എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ദർശനം അത് 121-ാം സങ്കീർത്തനത്തിൽ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 121-ാമത്തെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്നാൽ എനിക്ക് സഹായം വരുന്നത് യഹോവയിൽ നിന്നാണ്. ആ യഹോവയുടെ കണ്ണുകൾ മയങ്ങുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യുന്നില്ല. ഈ ലോകത്തിന് ഇന്ന് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് എവിടെ നോക്കണം എന്ന ഈ ലോകത്തോട് കൃത്യവും വ്യക്തവുമായി പറയുക എന്നുള്ളതാണ്. എവിടെ നോക്കണം എന്ന് പറയുമ്പോൾ എവിടെ നോക്കരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തതയും നമുക്കുണ്ടാകണം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന അവയവമാണ് നമ്മുടെ കണ്ണ്. ഈ കണ്ണ് നമ്മുടെ അനുവാദം കൂടാതെയും അടയുകയും തുറക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കണ്ണ് അടയ്ക്കാനുള്ളതാണ്, കണ്ണ് തുറക്കാനുള്ളതാണ്. എന്താണ് സുവിശേഷം നമ്മളോട് ആത്യന്തികമായി പറയുന്നത്? കണ്ണ് എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒന്ന് കണ്ണ് തുറക്കേണ്ടിടത്ത് അടയ്ക്കുകയും
അടയ്ക്കേണ്ടിടത്ത് തുറക്കുകയും ചെയ്യുന്ന വൈകൃതത്താൽ ഈ സമൂഹം മലീമസമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. അതുകൊണ്ട് ഈ കണ്ണിൻ്റെ ഉപയോഗം നമ്മുടെ രക്ഷാസിദ്ധാന്തവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അവസാനിക്കുമ്പോൾ അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിക്കുന്നത്. അവിടെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ന്യായവിധിക്ക് നൽകുന്നതായ ഉപാധി, അതിൻ്റെ ക്രൈറ്റീരിയ ഒറ്റ കാര്യത്തെ ആശ്രയിച്ചാണ്. അവിടെ നമ്മൾ കാണുന്നു, നീതിമാൻ കണ്ടു, നീതികെട്ടവൻ കണ്ടില്ല. നീതിമാനും നീതികെട്ടവനും തമ്മിലുള്ള കണ്ണിൻ്റെ കാഴ്ച 20/20 വിഷനിൽ കൃത്യമാണ്, നല്ല കാഴ്ചയാണ്. എന്നാൽ നീതിമാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കാണേണ്ടിടത്ത് കണ്ണ് തുറന്നു എന്നുള്ളതാണ് അർത്ഥം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ണ് കൃത്യമായി തുറക്കേണ്ട ഇടങ്ങളിലേക്ക് തുറക്കുകയും അടയ്ക്കേണ്ട ഇടങ്ങളിലേക്ക് അടയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യൂത്ത് മീറ്റിങ്ങുകളിലൊക്കെ ഈ ദിവസങ്ങളിൽ സംബന്ധിക്കുമ്പോൾ അവരോടുള്ള സംവാദത്തിൽ ഇന്ന് നമ്മൾ കൂടുതൽ കാണുന്നത് അരുതാത്തതായ സൈറ്റുകളിലാണ്. അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന വൈകൃതങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ 121ാമത് മാരാമൺ കൺവെൻഷന് ഈ ലോകത്തോട് പറയുവാനായിട്ടുള്ളത് കണ്ണിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് കൂടിയാണ്. അപ്പോൾ യഥാർത്ഥമായി കാണുന്നതിന് ഇടയാകണം. എവിടെയാണ് നോക്കേണ്ടത്? അത് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുകയാണ്, കൃത്യമാക്കുകയാണ്. അത് ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാത്ത യഹോവയെങ്കിലേക്കാണ്. ഉറക്കവും മയക്കവും നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊർജം കുറയുമ്പോഴാണ്. ഊർജം കുറയുമ്പോൾ, എനർജി കുറയുമ്പോൾ നമുക്ക് ഉറക്കവും ക്ഷീണവും ഉണ്ടാകുന്നു. എന്നാൽ ഉറക്കവും ക്ഷീണവും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സിന് അന്തമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ പലപ്പോഴും നോക്കുന്നത് തീർന്നു പോകുന്നതായ, നിന്നു പോകുന്നതായ ഊർജ സ്രോതസ്സുകളിലേക്കാണ്. എന്നാൽ നമുക്ക് ഈ സമൂഹത്തോട് പറയാനായിട്ടുള്ളത്, ഒരിക്കലും വറ്റിപ്പോകാത്ത സ്രോതസ്സിൻ്റെ ഉറവയായ ദൈവത്തിങ്കലേക്ക് മാത്രം നോക്കാൻ നമുക്ക് ഇടയാകണം. ദൈവത്തിങ്കലേക്ക് മാത്രം നോക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് നോക്കരുതെന്നോ സമൂഹത്തിലേക്ക് നോക്കരുതെന്നോ സഹോദരനിലേക്ക് നോക്കരുതെന്നോ എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തെ കണ്ട കണ്ണുകളിലൂടെ ലോകത്തെ കാണാനായിട്ട് സാധിക്കണം. ലോകത്തെ കാണുന്ന കണ്ണുകളിലൂടെ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ വൈകൃതമുള്ള ഒരു ലോകത്തെയും ദൈവത്തെയും സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുമ്പോൾ സഹോദരനെ സഹോദരനായി കാണാൻ സാധിക്കും, സഹോദരിയെ സഹോദരിയായി കാണാൻ സാധിക്കും, പ്രകൃതിയെ പ്രകൃതിയായി കാണാൻ സാധിക്കും, ബന്ധങ്ങളെ ഊഷ്മളമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ കാഴ്ചയുടെ പ്രശ്നം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് ഈ കൺവെൻഷൻ നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വറ്റാത്ത ഈ സ്രോതസ്സിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 19ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇനിയും നിങ്ങളുടെ സൂര്യൻ, നിങ്ങളുടെ വെളിച്ചം ഈ കാണുന്ന സൂര്യനല്ല, യഹോവയായ ദൈവമാണ് നിങ്ങളുടെ വെളിച്ചം. There is a sun beyond the sun. ഈ കാഴ്ചയ്ക്കപ്പുറമായുള്ള കാഴ്ച കാണാനുള്ള ദൈവികമായ ലേപനം നമ്മുടെ കണ്ണുകളിൽ എഴുതി ഈ സമൂഹത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈ നിത്യമായ സ്രോതസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ നിത്യമായ സ്രോതസ്സിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എന്നാൽ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇവിടെ വായിച്ച ഭാഗത്ത് വായിക്കുന്നു, ദൈവമായ യേശു കർത്താവ് പറയുന്നു, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ എന്നോട് ബന്ധപ്പെടുകയാണ്, എന്നെ ഓർക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് സമയം ആലോചനയ്ക്ക് വിഷയീഭവിപ്പിക്കുന്നത് നമ്മുടെ പള്ളിയിലെ കുർബാനയും നമ്മുടെ അനുദിന കുർബാന ജീവിതവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. പള്ളിയിൽ നമ്മൾ സ്വീകരിക്കുന്നതായ വിശുദ്ധ കുർബാന ലോകത്തിൽ കുർബാനയായി തീരുന്നതിനുള്ള ചാലകശക്തിയാണ്, അതിനുള്ള ഊർജമാണ്.
ആ നിത്യമായ ഊർജം നമ്മുടെ ആയുസ്സിൽ സ്വീകരിക്കുകയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ചെയ്യുന്നത്. ഒരായുസ് മുഴുവൻ യേശു കർത്താവ് ചെയ്തത് ഒറ്റ ആക്റ്റിൽ സംഗ്രഹിച്ച് ആയുസ്സിൻ്റെ അവസാനം വരെ, കാലാന്ത്യം വരെ തുടരുവാൻ നമ്മളോട് ആവശ്യപ്പെട്ട കൂദാശയാണ് വിശുദ്ധ കുർബാന. അതിനെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ, യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്, അന്തസാര സത്തയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച് ആൻഡ് ദ ചർച്ച് ഡ്രോസ് ഈസ് എനർജി ഫ്രം ദ യൂക്കറിസ്റ്റ്. വിശുദ്ധ കുർബാന സഭയെ സൃഷ്ടിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ നിന്ന് സഭ ശക്തി കണ്ടെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വ്യാകരണം നിശ്ചയിക്കുന്നത്, ദ ഗ്രാമർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വ്യാകരണം ചിട്ടപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഭാഷയിൽ വ്യാകരണം വളരെ പ്രധാനമാണ്. ഭാഷയായി നിലനിൽക്കുന്നത് ഈ വ്യാകരണത്തിലൂടെയാണ്. മനുഷ്യരോടുള്ള അപാരമായ ദൈവസ്നേഹത്തിൽ യേശുക്രിസ്തു നിർവഹിച്ച രക്ഷാകര പ്രവർത്തനത്തിൽ അതിൻ്റെ പങ്കാളിത്തത്തിലേക്കാണ് വിശുദ്ധ കുർബാന നമ്മെ നിരന്തരം ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഗൗരവമായി എടുക്കുന്ന ഏതൊരാൾക്കും വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അനുവാദമില്ല. വിശുദ്ധ കുർബാന അതുകൊണ്ട് ഒരു ഔദാര്യമല്ല, അത് അനിവാര്യമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രമാണമാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മാസ്മരിക ശക്തിയുള്ള ഒരു വിഷയമായി നമ്മൾ പരിഗണിക്കാനായിട്ട് പാടില്ല. പലപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈയിടെ ഒരു അച്ഛൻ പറഞ്ഞു, അദ്ദേഹത്തോട് ഇടവചനങ്ങളിൽ ഒരു സ്ത്രീ രത്നം പറഞ്ഞു, അച്ചോ ഈ വർഷത്തെ ഈ 50 നോയമ്പിൽ കുർബാനയുള്ള എല്ലാ ദിവസവും ഞാൻ കുർബാന സ്വീകരിക്കും. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതന്നെ ഈ നോയമ്പ് കാലത്ത് മാത്രം കുർബാന എല്ലാ ദിവസവും കുർബാനയുള്ള എല്ലാ സമയങ്ങളിലും സ്വീകരിക്കുന്നത്? അതെൻ്റെ മകൾ 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകയാണ്, അതുകൊണ്ട് അതിന് സഹായകരമായിട്ടാണ്. ആ സ്ത്രീയുടെ വിശ്വാസത്തെ നമ്മൾ അല്പം പോലും ലഘൂകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കുർബാനയെക്കുറിച്ചുള്ള ദർശനം അത്ര മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ എൻ്റെ അർത്ഥം. എന്നാൽ അതിനൊക്കെ എത്രയോ അപ്പുറമായിട്ടുള്ള വിഷയമാണ് വിശുദ്ധ കുർബാന. മനുഷ്യരക്ഷയ്ക്കായി പിതാവായ ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ സൃഷ്ടിച്ച സമാനതകളില്ലാത്ത ഒരു ഫോർമുലയാണ്, ഒരു സൂത്രവാക്യമാണ് വിശുദ്ധ കുർബാന. സ്നേഹിതരെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കുക. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഫോർമുലയാണ്, അതൊരു സൂത്രവാക്യമാണ്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്നു, ഒരു പനിയുള്ള ആളിന് ചുക്ക് കഷായം കുടിച്ചാൽ അത് ആ രോഗത്തിന് സൗഖ്യം നൽകും. ആ ചുക്ക് കഷായം ഉണ്ടാക്കുവാനുള്ള ഫോർമുല നമുക്കറിയാം. അതിന് ആവശ്യമായിട്ടുള്ള ചുക്ക് വേണം, കുരുമുളക് വേണം, തുളസിയില വേണം. ഇതെല്ലാം കൂടി ചേർത്താൽ ചുക്ക് കഷായം ഉണ്ടാവും. ചുക്ക് കഷായം എന്ന് പല പ്രാവശ്യം നമ്മൾ ഉരുവിട്ടത് കൊണ്ടോ അതൊരു പേപ്പറിൽ പല പ്രാവശ്യം എഴുതിയത് കൊണ്ടോ രോഗിക്ക് ഒരിക്കലും സൗഖ്യമുണ്ടാകുന്നില്ല. എന്നാൽ ഈ ചുക്ക് കഷായത്തിൻ്റെ ഫോർമുല പ്രായോഗികമാക്കുമ്പോൾ, അത് പ്രയോഗപദത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന് ഫലപ്രാപ്തി അല്ലെങ്കിൽ എഫിക്കസി ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഫോർമുല അൾട്ടിമേറ്റ് ആണെന്ന് നമ്മൾ ധരിക്കുന്നു. ഈ ഫോർമുലയിൽ സൗഖ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കണക്കിൽ പലിശ കൂട്ടാൻ I = PNR എന്നുള്ള സൂത്രവാക്യമുണ്ട്, ഫോർമുലയുണ്ട്. I = PNR എന്ന് എഴുതി വെച്ചാൽ പലിശ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ ഈ ഫോർമുല ഒരു ബാങ്കിൻ്റെ ഓഫീസർ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നമ്മൾ ആര് തന്നെയാണെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് ഈ ഫോർമുല അർത്ഥപൂർണമാകുന്നത്. അത് പ്രായോഗികമാക്കുമ്പോഴാണ് ഫലപ്രാപ്തിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു ലോകവും ഇതിനോടുകൂടെ ഉണ്ട് എന്നുള്ളത് ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നതായി വൈരുദ്ധ്യത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളിന്ന് ജീവിക്കുന്ന സംസ്കാരം വിശുദ്ധ കുർബാനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ്. വിശുദ്ധ കുർബാനയിൽ യേശു പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇത് നിനക്ക് വേണ്ടി ഞാൻ മുറിക്കുകയാണ്. ഇതെൻ്റെ രക്തമാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി ചിന്തുകയാണ്. എന്നാൽ കമ്പോള സംസ്കാരത്തിൽ നമ്മൾ കാണുന്നത്
മറ്റുള്ളവനെ നമ്മുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവൻ നമുക്ക് വേണ്ടി മുറിയപ്പെടണം എന്നാഗ്രഹിക്കുകയും അവൻ മുറിയാൻ തയ്യാറില്ല എങ്കിൽ അവനെ മുറിക്കുവാൻ സന്നദ്ധരാകുകയും അതിനുള്ള ഇടപാടുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അത് ഈ ലോകം അതുകൊണ്ട് വിജയികളുടെ ഒരു ലോകമായിട്ട് മാറുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് അഭിലാഷങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായും ശമിപ്പിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. എനിക്ക് വേണം, മറ്റാർക്കും അരുത് എന്ന ആർത്തിയുടെയും ആർജനത്തിൻ്റെയും സംസ്കാരം നിലനിൽക്കുകയാണ്. ജയത്തെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചുമാണ് എല്ലായിടത്തും സംസാരം. അങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു ഇറച്ചിപ്പൊതിയായി ആധുനിക മനുഷ്യ സമൂഹം തരം താഴ്ന്നു എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്, കണ്ടുവരികയാണ്. മനുഷ്യനെ വെറും വസ്തുവായി, ഒരു ഉപഭോഗ വസ്തുവായി കമ്പോളത്തിൽ നമ്മൾ കാണുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കമ്പോളത്തിൽ ഒരിക്കലും മനുഷ്യരില്ല, കമ്പോളത്തിൽ ഇടപാടുകാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ കമ്പോളത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു, ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഒത്തിരി ആളുകളെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഒത്തിരി ആളുകളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയാതെ പോകുന്നു. ഈ അടുത്ത് നമ്മൾ വായിച്ചതാണ്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിയായ രോഹിത് വെമോല അവൻ്റെ മരണക്കുറിപ്പിൽ എഴുതി വെക്കുന്നു. അവൻ എഴുതി വെച്ചു, മൈ ബർത്ത് ഈസ് മൈ ഫെയ്റ്റൽ ആക്സിഡൻറ്റ്. ഞാനിങ്ങനെ ജനിച്ചു പോയത് എൻ്റെ ജീവിതത്തിൻ്റെ പരാജയമായി ഞാൻ കാണുന്നു. ഒത്തിരി ആളുകളെ അവോയ്ഡ് ചെയ്യുന്നതായ, ഒത്തിരി ആളുകളെ തിരസ്കരിക്കുന്നതായ ഒരു സംസ്കാരത്തിൽ വിശുദ്ധ കുർബാന നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്നതായ, എല്ലാവർക്കു വേണ്ടിയും മുറിയപ്പെടുന്നതായ ഒരു സ്ഥിതിയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് ഈ മുറിയപ്പെടാനുള്ള നമ്മുടെ താല്പര്യവും മുറിയുവാനായിട്ടുള്ള ആത്മീയതയുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇന്നൊക്കെ കൂടുതലായിട്ട് പത്രങ്ങളിൽ വായിക്കുന്ന ഒരു പദപ്രയോഗമാണ് ചാണക്യസൂത്രം. ഏതു മാർഗം ഉപയോഗിച്ചും അവരനെ നമ്മുടെ വരുതിക്കുള്ളിൽ നിർത്താനും അവരനെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും ശ്രമിക്കുന്ന കുതന്ത്ര ബുദ്ധിയെക്കുറിച്ചാണ് ചാണക്യവാക്യം പറയുന്നതെങ്കിൽ, കുർബാന സൂക്തം എന്ന് പറയുന്നത് ആരെയും തൻ്റെ വരുതിക്കുള്ളിൽ നിർത്താനല്ല, എല്ലാവരും അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തെ മുറിച്ചു കൊടുക്കാനായിട്ടുള്ള ദർശനമാണുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളിൽ ഒരു ശ്വാസോച്ഛ്വാസം മാത്രമുള്ള വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മാറ്റി തൃഷ്ണ മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഇറച്ചിപ്പൊതിയല്ല മനുഷ്യ ജീവിതമെങ്കിൽ, ഈ ഇറച്ചിപ്പൊതിയെ ഭക്ഷണപ്പൊതിയാക്കി മാറ്റുന്ന പ്രക്രിയയുടെ പേരാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. മുറിച്ച് സ്വയം കഴിക്കുകയല്ല, മുറിച്ച് നൽകുകയാണ്. യേശു പറഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഭക്ഷണമേശയും നമ്മുടെ ഡിവൈൻ ടേബിളിൻ്റെ ഒരു തുടർച്ചയായി നമ്മൾ കാണും. ഓൾ ഡൈനിങ് ടേബിൾ മസ്റ്റ് ബി ദി എക്സ്റ്റൻഷൻ ഓഫ് ദ ഡിവൈൻ ടേബിൾ. ഓരോ ഭക്ഷണമേശയും മറ്റൊരു കുർബാനയായി നമുക്ക് കാണാനായിട്ടിടയാണ്. എവരി മീൽ ഈസ് എ സെക്കൻഡ് യൂക്കറിസ്റ്റ്. ഓരോ വിശുദ്ധ കുർബാനയും ഓരോ ഭക്ഷണമേശയും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ കുർബാനയായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഡു ദീസ്, ഇതാ നിങ്ങൾ ഇത് ചെയ്യുവീൻ. ഡു ദീസ് ഇൻ മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് എന്താണ്? അത് ഈ ശരീരം മുറിക്കലും രക്തം ചിന്തലും യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നതല്ല. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മറ്റുള്ളവരുടെ സഹോദരൻ്റെ വിമോചനത്തിന് വേണ്ടി ശരീരം മുറിക്കാനും രക്തം ചിന്താനും തയ്യാറാകണം. ഈ പന്തലിന് കീഴിരിക്കുന്ന ദൈവജനമേ, നമ്മളോടുള്ള വിശുദ്ധ കുർബാനയുടെ നിർദ്ദേശവും സന്ദേശവും മറ്റൊന്നല്ല. അത് നമ്മളോട് ആവശ്യപ്പെടുന്നത് യേശുക്രിസ്തു തൻ്റെ ശരീരം മുറിച്ച് തൻ്റെ മുമ്പിലിരുന്ന ശിഷ്യന്മാർക്കും തദ്വാര ലോകത്തിലുള്ള എല്ലാ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കും വേണ്ടി മുറിച്ച് നൽകിയതുപോലെയും തൻ്റെ രക്തം ചിന്തി നമ്മളെ കുടിപ്പിച്ചതുപോലെയും ഓരോ ക്രൈസ്തവനും ഒഴിവാക്കാൻ പാടില്ലാത്ത ദൈവത്തിൻ്റെ നിത്യമായ രക്ഷയുടെ സൂക്തവാക്യമായ ഈ ഫോർമുലയിൽ നമ്മുടെ ശരീരം മുറിക്കാനും നമ്മുടെ രക്തം ചിന്താനും നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ സ്വർഗം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ അനുവാദമില്ല. അനുദിന ജീവിതത്തിൽ
യേശുവിനെ അവഗണിക്കുന്നവർക്ക് കൗദാശികമായി മാത്രം ഒരിക്കലും അവനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ ചെയ്തതുപോലെ അവനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് നിക്കോളാസ് ബെർദേവ് എന്ന് പറയുന്ന റഷ്യൻ ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കായേനോട് ആണ് ചോദ്യം, കായേൻ നിന്റെ സഹോദരൻ എവിടെ? നിക്കോളാസ് ബെർദേവ് പറയുന്നു, ദൈവത്തിൻ്റെ ധർമ്മബോധം ഇവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ചോദ്യം കൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അത് ആവേലിനോടാണ്. ഏബൽ, വേർ ഈസ് യുവർ ബ്രദർ? ഏബലെ, ഹാവേലെ, നിന്റെ സഹോദരൻ എവിടെ? നീ നിന്റെ സുസ്ഥിതിയുടെ സ്വയം പര്യാപ്തതയുടെയും സ്വർഗത്തിലിരിക്കുമ്പോൾ നിന്റെ സഹോദരൻ നരകത്തിലാണ് എന്ന് നീ കാണുമ്പോൾ നിന്റെ സ്വർഗം എത്ര സ്വർഗീയമായിരിക്കും. നിന്റെ സ്വർഗത്തിൻ്റെ ചാരെ നരകം വർത്തിക്കുമ്പോൾ നിന്റെ സ്വർഗത്തിൻ്റെ ദൈവാനുഗ്രഹം എത്ര അനുഗ്രഹമായിരിക്കും. സ്നേഹിതരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരും കൂടുതൽ പറയുന്നതാണ്, കായനോട് ചോദിക്കുന്നത് ഹാവേൽ എവിടെയാണ്? അപ്പോൾ ഹാവേലിനെ നമ്മൾ നല്ല ഒരു ചിത്രമാണ് നമ്മൾ ഹാവേലിനെ കുറിച്ച് വരയ്ക്കുന്നത്. എന്നാൽ ഈ പന്തലിന് കീഴിലിരിക്കുന്ന എല്ലാവരോടും ചോദിക്കാനായിട്ടുള്ള ചോദ്യം, കായിൻ, വേർ ഈസ് യുവർ ബ്രദർ എന്നുള്ള ചോദ്യം നിസാരമായി ചോദിച്ചേക്കാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഹാവേലന്മാരോട് ഒരു ചോദ്യം കൂടെ. ഹാവേൽ, വേർ ഈസ് യുവർ ബ്രദർ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ധർമ്മശാസ്ത്രമെന്ന് നമ്മൾ പറയുന്നത്. നമ്മളുടെ പരിശുദ്ധി ചില ആളുകളെ അശുദ്ധിയിൽ തള്ളിയിടുന്നതിനാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആളുകളാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ട് അവരുടെ കുഴപ്പങ്ങളെക്കുറിച്ച് കൂടുതൽ പർവ്വതീകരിച്ച് അവരെ മോശക്കാരാക്കുന്ന ഒരു ക്രമത്തിൽ നിന്ന് ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയാനായിട്ടുള്ളത്, ഈ കായീനെ നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഹാവേലെ, നിന്റെ സഹോദരൻ എവിടെ? നമ്മുടെ സഹോദരൻ ഏത് വഴി നടന്നാലും, അവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാലും അത് എൻ്റെ വിഷയമല്ല, അതെൻ്റെ ഭക്തിയുടെ ഭാഗമല്ല എന്ന് വിചാരിച്ച് എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും ദൈവം തന്ന ദാനമായി കാണുന്ന എന്തോ ഒരു കുഴപ്പത്തിൻ്റെ നാളുകളിൽ നമ്മളിന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ആസ്വദിക്കുന്ന ഏത് സുഖവും ഒരു തട്ടിപ്പറിക്കലിൻ്റെ ഫലം കൂടിയാണ്. പലപ്പോഴും നാം അറിയുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഈ തിരിച്ചറിവാണ് ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് കായനെ നരകത്തിലാക്കുന്നതല്ല, സ്വർഗത്തിലിരിക്കുന്ന ഹാവേലിനോട് നിന്റെ സഹോദരൻ, നിന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും മാംസത്തിൽ നിന്നും മാംസവുമായ സഹോദരൻ നരകത്തിൽ കിടക്കുമ്പോൾ ഞാൻ നന്മ ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും വിശ്വാസികൾ ഇത് വിചാരിക്കുന്നുവെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മറന്നു പോവുക. ഇന്ന് ഈ ലോകത്തോടുള്ള ചോദ്യം, ഹാവേൽ, നിന്റെ സഹോദരൻ എവിടെ? നല്ലവരായ ഹാവേലന്മാർ നഷ്ടപ്പെട്ട കായിനെ അന്വേഷിക്കുമ്പോൾ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കും. അങ്ങനെ സാധിക്കുന്നതിനുള്ള ഊർജവും ഉണർവും ഉന്മേഷവും നമുക്ക് ലഭിക്കുന്ന ഏക സ്ഥലം വിശുദ്ധ കുർബാനയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള വലിയ വിമോചന ദൈവശാസ്ത്രജ്ഞന്മാരിൽപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് ലാറ്റിൻ അമേരിക്കയുടെ ആർച്ച് ബിഷപ്പ് ഡോം ഹെൽഡർ ക്യാമറ. അദ്ദേഹം ഒരിക്കൽ തൻ്റെ രൂപതയിലെ ഒരു പള്ളിയിൽ മോഷണം നടന്നു. അതിൻ്റെ സക്രാരി കുത്തി തുറന്ന് വിശുദ്ധ കുർബാന എടുത്ത് വെളിയിലെറിഞ്ഞു. അത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപാത്രം മോഷ്ടാക്കൾ അപഹരിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിന് പാവപരിഹാര ബലികൾ നടന്നു. അതിനുശേഷം അത് കൂടിയ മഹാസമ്മേളനത്തിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ഈ ശരീരം അത് സൂക്ഷിച്ചിരുന്ന ഈ സക്രാരിയിൽ നിന്ന് വെളിയിലെറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും രോഷാകുലരായി, ദുഃഖിതരായി. വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടതിൽ അത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ ഓർക്കുക, നമ്മുടെ നാട്ടിൽ
ആയിരക്കണക്കിന് ആളുകൾ മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെടുമ്പോൾ ഓരോ ദിവസവും പൂഴിയിലേക്ക് യേശുക്രിസ്തു വലിച്ചെറിയപ്പെടുകയാണ്. ഇതും യേശുവിനോടുള്ള അവഹേളനവും അവഗണനയുമാണ്. അതോർത്ത് ഇവിടെ ആരും ദുഃഖിതരാകുന്നില്ല. അതോർത്ത് അതിനുവേണ്ടി പാപപരിഹാര ബലിക്ക് വേണ്ടി എൻ്റെ അടുത്താരും വന്നിട്ടുമില്ല. സ്നേഹിതരെ, സഹോദരനിലേക്കുള്ള ദൂരവും ദൈവത്തിങ്കിലേക്കുള്ള ദൂരവും ഒന്നാണ് എന്ന് നമ്മളെ കൃത്യമായും വ്യക്തമായും പഠിപ്പിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ കൂദാശയുടെ പേരാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം. യേശു കുർബാനയിൽ തന്നെ തന്നെ മറന്നപ്പോൾ അവരനെ ഓർത്തു. തന്നെ മറക്കുകയും അവരനെ ഓർക്കുകയും ചെയ്യാനുള്ള സൂത്രവാക്യത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. കോഴിക്കോട്ട് നഗരത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ആ പേര് നമ്മളാരും ഒരിക്കലും മറക്കുകയില്ല, നൗഷാദ് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ. കോഴിക്കോട്ട് നഗരത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന അഴുക്കുകാൽ ശൃംഖലയിലെ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ വിഷബാധ ശ്വസിച്ച് മരണത്തെ മുഖാമുഖമായി കാണുന്ന 2 അയൽ സംസ്ഥാന തൊഴിലാളികളുടെ മരണവേദന കണ്ടപ്പോൾ തൻ്റെ ജീവനെ മറന്ന് ആ മാൻഹോളിലേക്ക് ഇറങ്ങി തൻ്റെ ജീവിതത്തെ അവിടെ ഹോമിച്ചതായ നൗഷാദിനെ ഓർത്ത് നമുക്ക് അഭിമാനമുണ്ട്. ഒപ്പം ഈ നാട് ഇന്നും ദുഃഖിക്കുകയാണ്. ഈ അടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ വായിച്ചില്ലേ, കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ വെള്ളം വറ്റിക്കാൻ ഒരു കിണറ്റിൽ നിന്ന് അതിൻ്റെ പമ്പ് ഓൺ ചെയ്തപ്പോൾ ഉണ്ടായ വിഷവാതകം നിമിത്തം മുസ്താറും ജഹാംഗീറും എന്ന് പറയുന്ന 2 ബംഗാളി തൊഴിലാളികൾ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൻ്റണി വർഗീസ് ആ കിണറ്റിലേക്ക് ഇറങ്ങുകയും തന്നെ മറന്ന് താൻ ഒരിക്കലും ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത, തൻ്റെ രക്തത്തിൽ നിന്ന് മാംസവും രക്തവും അല്ലാത്ത മറ്റേതോ ഒരു സംസ്ഥാനത്തിൽ നിന്ന് കൂലിവേലക്കാരായ 2 പേരുടെ ജീവനെ നിലനിർത്താനായിട്ട് തൻ്റെ ജീവനെ മറന്ന ഈ വർഗീസ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നയാളാണോ, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നയാളാണോ നമുക്ക് നിശ്ചയമില്ല. ഏതായാലും നമുക്കൊരു കാര്യം നിശ്ചയമാണ്, നൗഷാദ് ഒരു വിശുദ്ധ കുർബാന സമൂഹത്തിൻ്റെ അംഗമല്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഈ ആളിൻ്റെ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ പ്രമാണമായ തന്നെ മറക്കുകയും തന്നെ മറക്കുന്നതിലൂടെ അവരനെ ഓർക്കുകയും ചെയ്യുന്നതായ ഈ കുർബാനയുടെ പ്രമാണം സ്വീകരിച്ച നൗഷാദ് തൻ്റെ ജീവിതത്തിലൂടെ കുർബാനയാകുകയാണ് ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ അംഗമേ, കേരളം നന്നാകാൻ നിങ്ങൾ സുവിശേഷത്തെ ഗൗരവമായി എടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി എടുക്കുന്നുവെങ്കിൽ ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ, അത് വിശുദ്ധ കുർബാനയുടെ പ്രമാണമാണ്. ആ പ്രമാണം തന്നെ കുറച്ചോർക്കുകയും അവരനെ അധികം ഓർക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദോഷശക്തികൾക്കും, അത് മതത്തിൻ്റെ ക്രമത്തിലാകാം, അത് രാഷ്ട്രീയത്തിലാകാം, അത് ഐഡിയോളജിയിലാകാം, എല്ലാ അപചയത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം എല്ലാവരും അവനവനെ കുറിച്ച് ഓർക്കുന്നു. ഇന്ന് ഈ പന്തലിൻ കീഴിലിരിക്കുന്ന ദൈവജനം നമുക്ക് കുർബാനയാകാൻ തയ്യാറുണ്ടെങ്കിൽ അതിന് വലിയ ദൈവശാസ്ത്ര ദർശനമൊന്നും ആവശ്യമില്ല. നമ്മളെ മറക്കാൻ ശ്രമിക്കുക, അവനവനെ മറക്കുവാൻ ശ്രമിക്കുകയും മറ്റവനെ ഓർക്കാനായിട്ട് നമ്മളെ ആവശ്യപ്പെടുകയും ആഹ്വാനം ചെയ്യുന്ന അമൃതത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. അത് കാണാനോ കേൾക്കാനോ ഉള്ളതല്ല, അതിൻ്റെ ഭക്തിവിലാസങ്ങളെക്കുറിച്ച് പറയാനുള്ളതല്ല, കുർബാനയുടെ ജ്വലിത്ത് നല്ലതായിരുന്നു എന്ന് പറയുന്നതല്ല, കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുർബാന കുപ്പായത്തെക്കുറിച്ചുമല്ല. നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം, ആദ്യ കുർബാന അനുഷ്ഠിച്ചപ്പോൾ യേശു തമ്പുരാൻ തൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി ഏറ്റവും മിനിമം അത് ശുശ്രൂഷയ്ക്കുള്ള വസ്ത്രം മാത്രമേ ധരിച്ചുള്ളൂ. ഇന്ന് ഫാരഫർണേലിയാസ് കൂടുകയാണ്. ഇന്ന് നമ്മുടെ വസ്ത്രത്തിൻ്റെ ഭംഗിയും ശബ്ദത്തിൻ്റെ മാധുര്യമൊക്കെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവനവനെ കൂടുതൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവജനമേ, വിശുദ്ധ കുർബാനയുടെ അംഗമേ, മറന്നുപോകാതെ ഓർക്കേണ്ടുന്ന ഒരോർമ്മയാണ് അത്. ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ, ഞാൻ ആരംഭമായി പറഞ്ഞു, ഈ ഊർജ സ്രോതസ് വറ്റിപ്പോകാത്ത
നിത്യസൂര്യനായിരിക്കുന്ന ഈ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രകാശിതരാകും എന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമാകുകയും തീരും. ഈ സഭയുടെ ആപ്തവാക്യം അതാണ്, പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും നമ്മൾ പ്രകാശിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഈ സൂര്യൻ, ഈ സോളാർ സിസ്റ്റത്തിൽ ജ്വലിച്ചു നിൽക്കുന്നതായ സൂര്യൻ, അതിൻ്റെ സ്രോതസ്സിന്, അതിൻ്റെ ഊർജത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ അത് നിന്നു പോകും. നമുക്കെല്ലാവർക്കും അറിയാം, എനർജി നിൽ, അതിനങ്ങനെ ഒരു സമയം വരും. ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ സൂര്യനെ, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനൊക്കുകയില്ല, നിങ്ങളുടെ കണ്ണ് അന്ധമാകും. ആ സൂര്യൻ്റെ അടുത്തോട്ട് നിങ്ങൾ അടുത്ത് ചെല്ലുന്തോറും നിങ്ങൾ കരിഞ്ഞ ഭസ്മമാകും. എന്നാൽ ഈ നിത്യപ്രകാശമായിരിക്കുന്ന വിശുദ്ധ കുർബാനയിലും ആ വിശുദ്ധ കുർബാനയുടെ അതിൻ്റെ സ്രോതസ്സായിരിക്കുന്ന നിത്യദൈവത്തെങ്കിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അത് നമ്മളെ കരിച്ചു കളയുന്നതല്ല, അത് നമ്മളെ പൊലിമയോടുകൂടി നിർത്തുന്നതാണ്. ആ കണ്ണുകളിലേക്ക് അതിലേക്ക് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയ എല്ലാവരും പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് നമ്മൾ നോക്കുന്നതെല്ലാം പ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലേക്കാണ്. ശബ്ദവും വെളിച്ചവും തേടി നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അവിടെ അന്ധകാരമുള്ള ഒരു ലോകമുണ്ട്. അവിടെ പ്രകാശം സൃഷ്ടിക്കണമെങ്കിൽ ഈ നിത്യപ്രകാശമായിരിക്കുന്ന ദൈവത്തോട് നമ്മൾ അടുത്ത് നിന്നേ മതിയാകുകയുള്ളൂ. പറയാനായിട്ട് ശ്രമിച്ചത് ഈ നമ്മൾ പറഞ്ഞതായ നിഷാദും ഈ വർഗീസും സമാനമായി ജീവിക്കുന്നതായ എത്രയോ ആളുകളുമെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ കുർബാന സ്വീകരിച്ചിട്ടില്ല എങ്കിലും അവരുടെ ജീവിതം കൊണ്ട് അവർ കുർബാന അർപ്പിക്കുന്നു, അവർ കുർബാനയായിത്തീരുന്നു. യഥാർത്ഥ കുർബാന അർപ്പണം ജീവിതത്തിൻ്റെ അർപ്പണമാണെന്ന് അവർ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ സ്നേഹിതരെ, നമ്മുടെ മുമ്പിൽ ഒരു കാര്യം തെളിഞ്ഞു വരികയാണ്. നമുക്കെല്ലാവർക്കും രണ്ട് പാതകൾ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. അത് ഒന്നാമത്തെ പാത ദ വേ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ വഴിയാണ്. യേശുക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. രണ്ടാമത്തെ വഴി ജൂഡസിൻ്റെ വഴിയാണ്. ജൂഡസും ആദ്യ കുർബാനയിൽ സന്നിഹിതനായിരുന്നു. കൃത്യമായി വേദപുസ്തകം പറയുന്നില്ലെങ്കിലും നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാകും, ദ ഫസ്റ്റ് മാൻ who received communion committed suicide. എല്ലാവർക്കും രക്ഷയായ വിശുദ്ധ കുർബാന, രക്ഷയ്ക്ക് വേണ്ടി തന്നെ മുറിച്ച ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച അവൻ ആദ്യം അപ്പക്കണ്ണം മുക്കിക്കൊടുത്ത ജൂഡസ് എന്തുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു? ഒരുപാട് കാര്യങ്ങൾ കാണാം. മനസ്സിലാകുന്ന ഒറ്റക്കാര്യം ഇതല്ലേ, ജൂഡസ് അവന് വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ജൂഡസ് തൻ്റെ താല്പര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഞാൻ എന്നെ മറക്കുകയാണ്, ഇത് നീ ജീവിക്കാൻ, നീ നിലനിൽക്കാൻ നിന്നെ ഓർക്കുകയാണ്. നോക്കിക്കേ, ജൂഡസിൻ്റെ വഴി ഈ അന്ത്യ അത്താഴത്തിൽ നിന്ന്, ഈ അപ്പർ റൂമിൽ നിന്ന് ഈസ് മൂവിങ് ടു ദ അട്ടർ ഡാർക്ക്നെസ് ആൻഡ് ദെൻ ടു ഡെത്ത്. യൂദാസ് തെരഞ്ഞെടുത്തതായ വഴി വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് തൻ്റെ താല്പര്യങ്ങൾക്ക്, സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിച്ച വിശുദ്ധ കുർബാന സ്വീകരിച്ചവൻ അന്ധകാരത്തിലേക്കും തുടർന്ന് മരണത്തിലേക്കും നീങ്ങുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വഴി നോക്കുക, അതും ഇതേ സ്ഥലങ്ങൾ തന്നെയാണ്. അവൻ അന്ത്യത്താഴത്തിലിരിക്കുന്നു, അപ്പർ റൂമിൽ. അന്ത്യത്താഴത്തിൽ നിന്ന് ഗത്സമനയിലേക്ക് നീങ്ങുന്നു. അവിടെയാണ് തൻ്റെ രക്തം വേർപുതുളികളായി വീഴുന്നത്. അവിടെ നിന്ന് കാൽവറിയിലേക്ക് നീങ്ങുന്നു. ആൻഡ് ഫ്രം കാൽവറി we see this Jesus in the casualties of the world and then resurrection and then eternity. നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വഴി അന്ത്യത്താഴത്തിൽ നിന്ന് ഗത്സമനയിൽ പിതാവിനോട് ആഴമായും അമിതമായും ചേർന്ന് നിന്ന് ക്രൂശിലെ തൻ്റെ ബലി സ്വീകരിച്ച് ഉദ്ധാനത്തിലൂടെ നിത്യമായ ഉണർവിലേക്ക് നീങ്ങിയെങ്കിൽ, ജൂഡസ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉദ്ധാനമില്ലാത്ത മരണത്തിലേക്ക് നീങ്ങി. സ്നേഹിതരെ, ഈ വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. ഉദ്ധാനമില്ലാത്ത മരണമാണ് നിത്യമായ മരണം. മരണമെന്ന് നമ്മൾ പറയുന്ന ഈ ബയോളജിക്കൽ ഡെത്ത് ഒരു ക്രൈസ്തവനെയും ഭയപ്പെടുത്തുന്നില്ല. എന്നാൽ പരിമിതിയുള്ള ഈ ലോകത്തിൽ നിന്ന് പരിമിതിയില്ലാത്ത ദൈവത്തിങ്കിലേക്ക് നമുക്ക് ശാശ്വതമായി പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ സൃഷ്ടിച്ച ഒരു പരിമിതിയാണ് ഈ മരണമെങ്കിൽ, അത് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം
ഒരു ഭയത്തിൻ്റെ വിഷയമല്ല, മറിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ ജൂഡസിന് സംഭവിച്ചത് ഉദ്ധാനമില്ലാത്ത മരണമാണ്, നിത്യാന്ധകാരം എന്ന് പറയുന്നത്. തോമസ് അക്വിനാസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യമാണ് നിത്യമായ അന്ധകാരം എന്ന് പറയുന്നത്. ഡാർക്ക്നെസ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ഗോഡ്. ദൈവമില്ലാത്ത ഇടങ്ങളെല്ലാം അന്ധകാരമാണ്. ഏറ്റവും വലിയ ഈ ധോരണിയിൽ നമ്മൾ ഇരുന്നാലും, പ്രകാശം കൊണ്ട് നിറഞ്ഞ ഫ്ലഡഡ് വിത്ത് ലൈറ്റ് അതിൻ്റെ നടുവിലിരുന്നാലും ദൈവത്തിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഒരിക്കലും പ്രകാശമില്ല. അവൻ നിത്യമായ മരണത്തിലാണ് ജീവിക്കുന്നത് എന്നോർക്കുക. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിച്ചാൽ മാത്രമേ യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കുവാൻ കഴിയുള്ളൂ. യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കുവാൻ കഴിയുന്നവനാണ് യേശു ഉയർത്തതുപോലെ ഉയർക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ പാട്ടുപുസ്തകത്തിലെ സുന്ദരമായ പാട്ടുകളിലൊന്നാണ് സമയമാം രഥത്തിൽ എന്നുള്ളത്. അതിനകത്തെ ഒരു സ്റ്റാൻസ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നവൻ രാവിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രമേ ഉണരുകയുള്ളൂ. അതിനൊരു പുതിയ തത്വവും ശാസ്ത്രവും നമ്മൾ കണ്ടുപിടിക്കേണ്ട. അതുകൊണ്ട് ആര് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നുവോ അതാണ് ഉറപ്പ് അവൻ എവിടെ ഉണരും എന്നുള്ളത്. ആ ഉണരുമ്പോൾ അവൻ ഈ ഭൂമിയിലല്ല, നിത്യതയിലാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഉറങ്ങുന്നത്. എന്നാൽ അകൃത്യത്തിൽ ജീവിക്കുന്നവൻ അകൃത്യത്തിൽ മരിക്കും. അവൻ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് നീങ്ങപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്തുപാത തിരഞ്ഞെടുക്കാനായിട്ടാണ് നമ്മളോട് ഓരോ വിശുദ്ധ കുർബാനയും ആവശ്യപ്പെടുന്നത്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. 3 വാക്യങ്ങൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതിൻ്റെ അംഗങ്ങളായ നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇറ്റ് ഈസ് കണക്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ക്ലെൻസിങ് ആൻഡ് ഇറ്റ് ഈസ് ചലഞ്ചിങ്. ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങൾ സ്നേഹിതരെ ശ്രദ്ധിക്കുക, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ബന്ധപ്പെടുകയാണ്. വി ആർ കണക്റ്റിംഗ് കറക്റ്റ്ലി ടു ക്രൈസ്റ്റ്. ഓരോ ക്രൈസ്തവനും കൃത്യമായി തിട്ടപ്പെടുത്തിയിരിക്കേണ്ടുന്ന കാര്യം, വേർ ഡു യു പ്ലഗ്ഡ് ഇൻ? എവിടെയാണ് നിങ്ങളെ പ്ലഗ് ചെയ്തിരിക്കുന്നത്? ഏത് സോഴ്സുമായി നമ്മൾ ബന്ധിച്ചിരിക്കുന്നുവോ അതിനെ ആശ്രയിച്ചായിരിക്കും ഏത് തരത്തിലുള്ള എനർജിയാണ് നമ്മളിലൂടെ ഒഴുകുന്നത് എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ എനർജി വരേണ്ടത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയുടെ എനർജി അല്ലെങ്കിൽ ഊർജമെന്ന് പറയുന്നത് എപ്പോഴും രക്ഷിക്കുന്ന എനർജിയാണ്, എപ്പോഴും കരുതുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന എനർജിയാണ്. എല്ലായ്പ്പോഴും ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ സ്വയം മറക്കുകയും അവരെന്നെ ഓർക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളെ പലപ്പോഴും നമുക്കിത് സാധിക്കുന്നുണ്ടോ എന്ന് വളരെ വിനയത്തോടുകൂടി എന്നാൽ അല്പം വിവേകത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയാണ്. ഓരോ ആളുകളുടെയും ഇരിപ്പും ഭാവവും ഒക്കെ നമ്മൾ സ്വയം ശ്രദ്ധിച്ചാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അതെല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അത് ഏറ്റവും വലിയ വിശുദ്ധ കുർബാനയുടെ ദർശനത്തിന് വിരുദ്ധമായ നീക്കമാണ്. സ്വയം മുറിക്കാനും സമർപ്പിക്കുന്നവരുടെ സംഘമാണ് സഭ. അവർ സ്വയം മുറിഞ്ഞ് മറ്റുള്ളവനെ പോഷിപ്പിക്കുന്നു. നിക്കോളാസ് ബർദേവിനെ ഞാൻ കോട്ട് ചെയ്തല്ലോ. അദ്ദേഹം നമ്മളോട് മറ്റൊരു വാക്ക് പറയുന്നുണ്ട്: എൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം അതൊരു ഭൗതിക കാര്യമാണെങ്കിൽ, നിൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ആത്മീയ കാര്യമാണ്. നിൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാകുന്നതിനാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഇതല്ല കാണുന്നത്. എല്ലാവർക്കും അവനവൻ്റെ വിശപ്പ്, ആ വിശപ്പ് പൂർത്തീകരിക്കാനായിട്ടുള്ള തത്രപ്പാട്, അത് പൂർത്തീകരിക്കപ്പെട്ടാൽ ഇനി ഒരിക്കലും ആ സ്രോതസ് വറ്റിപ്പോകരുതെന്നുള്ള മട്ടിൽ അത് പൂഴ്ത്തിവെക്കുവാനും കൂട്ടിവെക്കുവാനുമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാന മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നതായ കാര്യമാണ്. സ്വാർത്ഥതയുടെ അണുബാധയില്ലാത്ത കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ നിസ്വാർത്ഥരാകുക എന്ന് മാത്രമല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, സ്വാർത്ഥതയുടെ അണുബാധയില്ലാത്ത
സർവശക്തനായ ദൈവപുത്രൻ്റെ തിരുശരീര രക്തങ്ങൾ അംശികളാകുമ്പോൾ ഒരൊറ്റ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമ്മൾ നിസ്വാർത്ഥരാകുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുത്ത ആ ദിവ്യ ശരീരം വിശുദ്ധ കുർബാന സമൂഹത്തിലെ ഓരോ അംഗത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ശരീരമാക്കി മാറ്റുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ യേശു ക്രിസ്തു തൻ്റെ ശരീരം മുഴുവനുമായി ഈ സമൂഹത്തിന് കൊടുത്തു. ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതായ ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രമാണം ഈ ഒരു ദർശനമാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ലഭിച്ചതെല്ലാം വിളമ്പിക്കൊടുക്കാനായിട്ടുള്ള വിളമ്പലുകാർ മാത്രമാണ് നമ്മൾ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം താൻ ജനിച്ചപ്പോൾ മുതൽ തന്നെ നൽകി, വിളമ്പി നൽകി, ഏറ്റവും ഒടുവിലായി തൻ്റെ ശരീരവും രക്തവും നൽകി എല്ലാം തീർത്തതിന് ശേഷം അവൻ മടങ്ങുകയാണ്. ഏറ്റവും ഒടുവിലായി അവസാനത്തെ തുള്ളി രക്തവും തൻ്റെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീണ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തീകരിച്ചു, ഇനി ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുകയാണ്. എല്ലാം തീർത്ത് അവസാനത്തെ തുള്ളി രക്തം വരെയും കൊടുത്തു തീർത്ത് ജീവിതത്തെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വിളിക്കുന്ന വിളിയും ആ വിളമ്പലുകാരുമാണ് നമ്മൾ എന്ന് ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു അന്വേഷണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ കണക്ട് ചെയ്യുന്നത് ക്രൈസ്റ്റിനോട് മാത്രമല്ല. ഇൻ യൂക്കറിസ്റ്റ് വി ആർ നോട്ട് ഓൺലി കണക്റ്റിംഗ് ടു ക്രൈസ്റ്റ്, വി ആർ കണക്റ്റിംഗ് ടു അവർ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരുടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു സമൂഹത്തിൽ, ഒരു ഇടവകയിൽ എല്ലാവരുടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടുന്നതായ ഈ സമൂഹം പരസ്പരം ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദി അതർ, ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ കമ്മ്യൂണിറ്റി. അതൊരു സമൂഹം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഹോളി കമ്മ്യൂണിയൻ. ഹോളി കമ്മ്യൂണിയൻ ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിറ്റി. ആ ഹോളി കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ സമൂഹത്തിൽ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല, അവരെല്ലാവരും തങ്ങൾക്കുള്ളത് പൊതുവക എന്ന് എണ്ണി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹോളി കമ്മ്യൂണിറ്റി ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിസം. 3 വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ തെളിമയാർന്ന് നിൽക്കുകയാണ്. വിശുദ്ധ കുർബാന സമൂഹത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയുന്നു, ഈ മീനിങ്ഫുൾ കണക്റ്റിംഗ് ടു ക്രൈസ്റ്റ് ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിറ്റി. തിരിച്ചതൊരു ഹോളി കമ്മ്യൂണിയൻ ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ ഹോളി കമ്മ്യൂണിസം. എന്താണ് നമ്മൾ വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4 അതിൻ്റെ 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല, നിലങ്ങളോ വീടുകളോ ഉള്ളവർ അതെല്ലാം വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും, പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളുള്ളതാണ്. ആ വ്യാഖ്യാനങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ തർക്കമില്ലല്ലോ ആർക്കും. അത് വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ സംസർഗത്തിൽ ഒരു സമൂഹത്തിൻ്റെ അംഗമായി തീരുമ്പോൾ ആ സമൂഹത്തിൽ മുട്ടുള്ളവരുണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവിതർക്കിതമായ ഒരു മിനിമം പ്രമാണമല്ലേ? ഒരു ഇടവകയിൽ സമൃദ്ധിയുള്ള ആളുകൾ ഉണ്ടായിരിക്കുകയും അതേ ഇടവകയിൽ തന്നെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് പഠിക്കാനൊക്കാതെ അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കാൻ ഇടയാകാതെ ആരെങ്കിലും ആളുകൾ മുരടിച്ചു പോകുന്നുവെങ്കിൽ അവൻ്റെ മുരടിപ്പിനേക്കാൾ എത്രയോ മുരടിച്ചതായ സ്ഥിതിയാണ് ഈ ഉണ്ട് എന്ന് പറയുന്നവർ. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചല്ല വേദപുസ്തകത്തിൽ പറയുന്നത്, മറിച്ച് എല്ലാവരും പരസ്പരം കരുതുകയും ഒരുവൻ്റെ ആവശ്യം മറ്റുള്ളവൻ്റെ ആവശ്യമായിട്ട് തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാകണം. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കൃത്യമായി കണക്ട് ചെയ്യപ്പെടുകയാണ് ക്രിസ്തുവിനോട്. ആ ക്രിസ്തുവിൽ നിന്ന് വരുന്നതായ ഊർജം എന്ന് പറയുന്നത് ഒരു ഹോളി കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനാണ്. ആ ഹോളി കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും പരസ്പരം കരുതുന്ന ഒരു സമൂഹമാണ്. ആരും മുട്ടുള്ളവർ ഇല്ലാത്ത ഒരു സമൂഹമാണ്. ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കുന്നതായ ഒരു സമൂഹമാണ്. അവിടെ അവഗണനയില്ല, പരിഗണന മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും മറ്റുള്ളവനെ മുറിക്കുന്നതല്ല, സ്വയം മുറിച്ച് പരസ്പരം നൽകി സജീവമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. രണ്ടാമത് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ക്ലെൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരണമാണ്.
ഓരോ വിശുദ്ധ കുർബാന നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും ഒരിക്കലും തെറ്റാതെ എപ്പോഴും ആവർത്തിച്ച് നമ്മൾ തുടങ്ങുന്ന പാട്ടുകളിലൊന്നാണ് ശോഭ നിറഞ്ഞ ആലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ, നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ ദുർചിന്ത ദുർമോഹം ശമനം ചെയ്യുവാൻ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ശോഭിതരാകുന്നതിന് വേണ്ടി, പ്രകാശിതരാകുന്നതിന് വേണ്ടി നമ്മൾ റൂട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന, നമ്മൾ ഉന്മൂലനാശം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ദുർമോഹവും ദുർചിന്തയും. എവരി ഇല്ലുമിനേഷൻ ഈസ് ബൈ എലിമിനേഷൻ. ഒരു സഭയിലെങ്കിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം തീക്കട്ട എന്നാണ്. നമുക്കറിയാം, തീക്കട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നാൽ അവിടെയെല്ലാം അത് കരിയും. ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും അത് ഈ ജ്വലിക്കുന്നതായ തീക്കട്ടയായി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വാർത്ഥതയുടെ കീടങ്ങളും എല്ലാ അതിൻ്റെ സീഡ്സും എരിഞ്ഞു പോവുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക പ്രകാശത്താൽ നമ്മൾ പ്രകാശിതരാകുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് ദർശനം കാണുകയാണ്. അത് യാഗപീഠത്തിൽ നിന്നൊരു കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് അവൻ്റെ നാവിന്മേൽ തൊട്ടു, അത് ശുദ്ധമായി എന്ന് പറയുകയാണ്. അങ്ങനെ ശുദ്ധമായ നാവുള്ളവരായിരിക്കണം ഈ ആരാധനയുടെ സമൂഹം എന്നുകൂടെയാണല്ലോ. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തിയതായ വാക്കുകളാണ് അവരെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ ലാംഗ്വേജ് ഹോളി ലാംഗ്വേജാണ്. ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാളിൻ്റെയും നാവിൽ നിന്ന് അശുദ്ധമായ, മറ്റുള്ളവനെ വിഷമിപ്പിക്കുന്നതായ, മുറിപ്പെടുത്തുന്നതായ വാക്കുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതേ വായിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം ഹോളി ഓഫ് ദ ഹോളീസ് എന്നാണല്ലോ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായ ആ നമ്മുടെ വായിൽ അശുദ്ധമാക്കുന്നതായ, മദ്യം ഉപയോഗിക്കുന്നതായ ക്രൈസ്തവനുണ്ടെങ്കിൽ അവൻ കർത്താവിന് അപമാനം വരുത്തുന്നുവെന്ന് മാത്രമല്ല, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച അതിലൂടെ വിശുദ്ധമാക്കപ്പെട്ട ഈ ശരീരത്തെ മലീമസമാക്കുകയാണ്. പൗലോസ് പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിനോട് ചേർന്നാൽ അവൻ പുതിയതാകണം. നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഈ പന്തലിന് കീഴിലിരിക്കുന്ന ദൈവജനമേ, നിങ്ങളിൽ ചില ആളുകളെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ അശുദ്ധമായ വാക്കുകൾ പറയുന്നവരായിരിക്കണം. ഓരോ ഒറ്റ ക്രൈസ്തവന്റെ നാവിൽ നിന്നും അരുതാത്ത വാക്കുകൾ ഇനി മുതൽ ഉണ്ടാകരുത്. ഒരൊറ്റ ക്രൈസ്തവനും വേറെ ഒരുത്തനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. എന്തെന്നാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച വായിലൂടെ വരേണ്ടുന്ന എനർജി യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. യേശുക്രിസ്തു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ആരെയും ശാസിച്ചില്ല എന്നല്ലല്ലോ. യേശുക്രിസ്തു തർജ്ജനം ചെയ്തിട്ടുണ്ട്, അതിശക്തമായി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു അവൻ്റെ മൃദുലമായ ഹൃദ്യമായ റെഡീമിങ് വേർഡ്സ് ആണ്. ഈ ഒരു സ്ഥിതി നമുക്കുണ്ടാകണം. മറിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരൊറ്റ ക്രൈസ്തവൻ്റെ വായിൽ നിന്നും ആ വായിൽ ഇനി മദ്യം പ്രവേശിക്കാൻ പാടില്ല. മദ്യവർജനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന മീറ്റിംഗ് അല്ലല്ലോ ഇത്. മദ്യനിരോധനത്തെക്കുറിച്ചും പ്രസംഗിക്കേണ്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് മാർത്തോമാക്കാരന് മദ്യം നിഷിദ്ധമാണ്. അത് അവന് പണമുള്ള വിഷയത്തെക്കുറിച്ചോ പണമില്ലാത്ത വിഷയത്തെക്കുറിച്ചോ ഞങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അല്ല വിഷയം. ഇതിൻ്റെ ധാർമ്മിക പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ, ഈ ശരീരം ദൈവത്തിന് വസിക്കുവാനുള്ള ആയതുകൊണ്ടും ഈ ശരീരം ഈ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ശരീരമായതുകൊണ്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തസാര സത്തയിൽപ്പെടുന്നതാണ് വി ഓൾ ബിലീവ് ഇൻ ദ ബോഡിലി റിസറക്ഷൻ. നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവരാണ്. പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഈ പന്തലിന് കീഴിരിക്കുന്ന എല്ലാ ദൈവജനവുമേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്ന ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിങ്ങൾ പറയണം, ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കാനുള്ളതായതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സം നിൽക്കുന്ന ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്നും ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കും എന്ന് നമ്മൾ നിശ്ചയിക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിച്ച നിങ്ങൾ കഴിഞ്ഞ 4 മാസമായി സത്യവിരുദ്ധമായി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സത്യവിരുദ്ധമായി സംസാരിക്കുന്നതിനുള്ള ശക്തിയാണോ വിശുദ്ധ കുർബാന നൽകുന്നത്? അല്ലല്ലോ. തന്നെ കാണിച്ചു കൊടുത്തവൻ്റെ നാവിന് പോലും ശക്തി കിട്ടത്തക്കവണ്ണം തന്നെ മുറിച്ച് നൽകിയതായ ഈ മുറിവ് നിത്യമായി നമ്മുടെ കൂടെ നിലനിർത്തി നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതായ
ദൈവത്തിൻ്റെ ശോഭിതമായ രീതിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളിൽ നിന്ന് ദുർമോഹവും ദുർചിന്തയും മാറി ഓരോ ക്രൈസ്തവൻ്റെയും ഭാഷ ദേവഭാഷയാക്കി മാറ്റണം. ഓരോ ദേവാലയവും ദേവാലയമാകുന്നത് അത് ദേവൻ്റെ ഭാഷ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഈ മാരാമൺ കൺവെൻഷനിൽ ഈ ഞായറാഴ്ച മെത്രാപ്പോലീത്ത തിരുമേനി ആരാധന നടത്തുമ്പോൾ ഇത് ദേവാലയമായി മാറുന്നത് ഇവിടെ ദേവഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പള്ളിയിൽ പോലും ദേവൻ്റെതല്ലാത്ത ഭാഷ ഉപയോഗിച്ചാൽ ദേവാലയത്തെ ചന്തയാക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്നാൽ ചന്തയെപ്പോലും ദേവാലയമാക്കാം അവിടെ ദൈവികമായ സംസാരവും സംസർഗവും നിലനിൽക്കുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി, നമ്മുടെ ബുദ്ധിയുടെ വിശുദ്ധി വളരെ പ്രധാനമാണ്. ഓരോ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോഴും നമ്മുടെ ഈ ശരീരത്തെ ഈ വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുകയാണ്. Therefore it is connecting and it is cleansing. വിശുദ്ധ കുർബാന നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അവസാനമായി ഈ വിശുദ്ധ കുർബാന നമ്മളെ വലിയ വെല്ലുവിളിയിലേക്ക് നയിക്കുകയാണ്. എന്താണ് വിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായിട്ടുള്ള വെല്ലുവിളി? യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ കുർബാനയായിട്ട് ജീവിച്ച് ലോകത്തിനെ യാഥാർത്ഥ്യമാക്കുക. ഓരോ മാർത്തോമാക്കാരനെ കാണുമ്പോഴും അവൻ ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നു എന്ന് തോന്നുവാനായിട്ട് സാധിക്കണം. വി റിസീവ് ദ ബോഡി ടു ബിക്കം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഈ വലിയ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആകുകയാണ്. നമുക്കറിയാം, ഓരോ അയ്യപ്പന്മാരും അയ്യപ്പ ദർശനത്തിനായിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ ബാലകൃഷ്ണൻ എന്നുള്ള ഒരാളാണെങ്കിൽ നമ്മളിനി അദ്ദേഹത്തെ അയ്യപ്പനെ വിളിക്കുന്നുള്ളൂ. അയ്യപ്പനെ കാണാൻ എല്ലാവരും അയ്യപ്പനായേ മതിയാകുകയുള്ളൂ. അത് വാഗൊണ്ട് മാത്രമല്ല, അവൻ്റെ ഉണ്മയുടെ പൂത്തുലയിലെല്ലാം ഈ വലിയ അയ്യപ്പ ദർശനം ഉണ്ടാകണം. അങ്ങനെ അയ്യപ്പനെ കാണാൻ ഒരാൾക്ക് അയ്യപ്പനായേ സാധിക്കുകയുള്ളൂ എങ്കിൽ ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെ പോലെ ആയെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ അവന് കഴിയുകയുള്ളൂ എന്ന് പറയുന്നതിനകത്ത് അത്ഭുതത്തിൻ്റെ ഒരു അംശവുമില്ലല്ലോ. ഇതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും ഓർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഉള്ള ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കുമ്പോൾ പറയുന്നു, ദിസ് ഈസ് മൈ ബോഡി. ആൻഡ് വാട്ട് ബോഡി ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട്. നിങ്ങൾ ഒരു സെക്കൻഡ് യേശുവിൻ്റെ കൈകളെ ഒന്ന് ഓർത്ത് നോക്കുക. അവൻ്റെ കരങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിച്ച കരങ്ങളാണ്. ഏത് സമയത്തും ആവശ്യമുള്ളവന് വേണ്ടി അപ്പം നുറുക്കി നൽകിയ കരങ്ങളാണ്. അവൻ്റെ കരങ്ങൾ എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരങ്ങളാണ്. അവൻ്റെ കൈ കുഷ്ഠരോഗികളെ തൊട്ട് അശുദ്ധിയുള്ളവരെ ശുദ്ധരാക്കിയതായിട്ടുള്ള കരങ്ങളാണ്. സ്വയം ശുദ്ധമാകാതെ അത് നിർവഹിച്ചവനാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ ജനമേ, നിങ്ങളുടെ കൈകൾ കുറച്ചുകൂടി മുറിച്ചു നൽകുവാൻ സാധിക്കുകയില്ലേ? നമ്മുടെ കരങ്ങൾ അശുദ്ധരായ ആളുകളെ തൊട്ട് സ്വയം മലിനമാകാതെ ശുദ്ധമാകാൻ കഴിയുകയില്ലേ? നിങ്ങളുടെ കരങ്ങൾ മറ്റു മനുഷ്യരെ അനുഗ്രഹിക്കാനായിട്ട് നീട്ടപ്പെടുന്ന കരങ്ങളാകാൻ സാധിക്കുകയില്ലേ? അവസാനമായി യേശു ക്രിസ്തുവിൻ്റെ കൈ മുറിഞ്ഞ്, അവൻ്റെ പിയേഴ്സ്ഡ് ഹാൻഡാണ്, മുറിഞ്ഞ കൈയാണ്. നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇങ്ങനെയുള്ള മുറിവുകളുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇതിൻ്റെ വെളിച്ചത്തിലുള്ള മുറിവുകളാണെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി കാണാൻ സാധിക്കും. യേശുവിൻ്റെ കണ്ണുകൾ നോക്കിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളെ കാണുന്ന ആളുകൾ ഈ യേശു ക്രിസ്തുവിനെ കാണുന്നത്. നമ്മുടെ സക്രിയാസ് തിരുമേനി ഈ ഏറ്റവും ഒടുവിലായി ഒരു സമയത്ത് നമ്മുടെ തിരുവല്ലയിലുള്ള TTIയിൽ സന്ദർശിക്കാനായിട്ട് ചെന്നപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ സാറ് ഒരു കുട്ടിയെ അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അശ്വതി നാരായണൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ്. ആ കുട്ടി വളരെ ദുഃഖിതയായിരുന്നപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി വരുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം. അദ്ദേഹം വന്നപ്പോൾ സാറ് ഈ അശ്വതി നാരായണനെ അടുത്ത് വിളിപ്പിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സാറിനോട് അവൾ പറഞ്ഞു, സക്രിയാസ് തിരുമേനിയെ കണ്ടപ്പോൾ എനിക്കൊരു ക്രിസ്ത്യാനിയാകണം എന്ന് തോന്നുന്നു. സ്നേഹിതരെ, ഒരായുസിൻ്റെ ഫുൾഫിൽമെൻ്റ് അതാണ്. ഒരുപക്ഷെ അദ്ദേഹം, എനിക്ക് കൃത്യമായി ഇപ്പോൾ ഞാൻ കണക്ക് നോക്കിയല്ല വന്നതെങ്കിലും 6 നൂറ്റാണ്ടോളം വിശുദ്ധ കുർബാന ചൊല്ലിയ ആളാണ്. 6 നൂറ്റാണ്ട് വിശുദ്ധ കുർബാന ചൊല്ലിയ ആൾ കണ്ണടയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദൈവിക സർട്ടിഫിക്കറ്റ് പറയുന്നതാണ്, ഈ തിരുമേനിയെ കണ്ടപ്പോൾ എനിക്ക് ക്രിസ്ത്യാനിയാകണം എന്ന് തോന്നുന്നു.
അത് തിരുമേനിയെക്കുറിച്ച് മാത്രം പറയിക്കേണ്ടതല്ല. ഇവിടെ ഇരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയിക്കട്ടെ. നിങ്ങളെ കാണുന്നവർ ക്രിസ്ത്യാനിയാണ് ആകണമെന്ന് തോന്നുന്നു എന്ന് പറയാനായിട്ട് സാധിക്കണം. ഈ വലിയ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ആയുസ്സിനെ ഏറ്റവും പിടിച്ചു കുലുക്കിയതും ഈ സ്റ്റേജിൽ തന്നെ ഞാൻ പറഞ്ഞതുമായ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജോസ് കുഴിക്കണ്ണി എന്ന് പറഞ്ഞ എൻ്റെ കൂടെ പഠിച്ച ഒരു കത്തോലിക്ക അച്ഛൻ. ഞങ്ങൾ ഒരുമിച്ച് എന്നും വൈകിട്ട് നടക്കാൻ പോകും ധർമ്മരാമിൽ പഠിക്കുമ്പോൾ. ഒരു ദിവസം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ മ്ലാനമായി. ഞാൻ അദ്ദേഹത്തെ സമപ്രായക്കാരനായതുകൊണ്ടും അല്പം കൂടെ പ്രായം എന്നേക്കാൾ തോന്നുന്നത് കൊണ്ടും വല്യപ്പൻ എന്നാണ് വിളിക്കുക. ഞാൻ ചോദിച്ചു, വല്യപ്പൻ എന്താണ് ഇന്ന് വലിയ ഒരു വിഷണ്ണ മുഖഭാവം? അദ്ദേഹം പറഞ്ഞു, എടോ, കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് കഴിഞ്ഞ വർഷം ഇത് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹൈ റേഞ്ചിൽ അച്ഛനായിട്ടിരിക്കുകയാണ്. ഒരു ദിവസം വെളുപ്പിനെ കുർബാനയ്ക്കായിട്ട് പോകുന്നു. ഞാൻ ബൈക്കിൽ പോകുന്ന വഴി റോഡിലൊരു വലിയ മരം രാത്രിയിലത്തെ വലിയ കാറ്റും മഴയിലും എഴുതു വീണ് റോഡ് ബ്ലോക്കായി. ഞാൻ അടുത്ത് ചെന്നപ്പോഴാണ് കണ്ടത്. വണ്ടി ബ്രേക്ക് ചെയ്തു, സ്കിഡ് ചെയ്ത് ഞാൻ റോഡിലെ ബൈക്ക് മറ്റൊരു സൈഡിൽ. ഞാനാകുന്നോളം എഴുന്നേൽക്കാൻ നോക്കിണക്കെ ഒക്കുന്നില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാല് കയറ്റിയ ഒരു ടെമ്പോ വാൻ പറന്നു വരികയാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല, ജീപ്പ് അടുത്തെത്തി, ഇനി മരണം മാത്രമാണ് മുമ്പിലുള്ളത്. ഈ സെക്കൻഡുകൾ ഇദ്ദേഹം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ വാൻ, പാല് കയറ്റിയ ടെമ്പോ വാൻ കൊക്കയിലേക്ക് മാറുകയാണ്. അദ്ദേഹം വളരെ ഊർജ്ജം എടുത്ത് എഴുന്നേറ്റപ്പോൾ അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ അടുത്ത് വന്ന ട്രാൻസ്പോർട്ട് ബസ് കൈ കാണിച്ച് നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാം കൂടെ ചാടി ഇറങ്ങി നോക്കിയപ്പോൾ ഈ ഡ്രൈവർക്ക് മരണം സംഭവിച്ചിട്ടില്ല, എന്നാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചറുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ജോസ് കുഴിക്കണ്ണി അച്ഛൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. നമ്മളിവിടെ ഇരിക്കുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ പറഞ്ഞേക്കും, ദൈവത്തിൻ്റെ അപാരമായ കരുണയാൽ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വണ്ടി മറിച്ചു. അച്ഛൻ ചോദിച്ചു, കുഞ്ഞെ, വണ്ടി മറിഞ്ഞതെങ്ങനെയാണ്? അപ്പോൾ ആ ചെറുപ്പക്കാരനായ ഡ്രൈവർ പറഞ്ഞു, അച്ചു, വണ്ടി മറിഞ്ഞതല്ല, വണ്ടി മറിച്ചതാണ്. ഞാൻ ഈ വഴിയിലൂടെ നാളുകളായി വണ്ടി ഓടിക്കുന്നവനാണ്. ഞാൻ അടുത്ത് വന്നപ്പോഴാണ് ഒരു ശരീരം കിടക്കുന്നു. ഫാദറാണോ ആരാണോ എനിക്കറിയത്തില്ല. ഒരു കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ എൻ്റെ വണ്ടിയുടെ ബ്രേക്കിൽ കാല് വെച്ചാൽ നിങ്ങളുടെ നെഞ്ചത്തൂടെ കയറിയ വണ്ടി നിൽക്കുകയുള്ളൂ, അതുറപ്പായി. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, വണ്ടി മറിക്കുക. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ചോ, ഞാനൊരു പാവം പിടിച്ച ഡ്രൈവറാണ്. ഞാൻ ജീവിച്ചിട്ട് വലിയ ഗുണമൊന്നും കാര്യമായി ആർക്കുമില്ല. ഞാൻ നഷ്ടപ്പെട്ടാലും ആർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഫാദർ ഒരുപാട് പേർക്ക് കുർബാന ബലി കൊടുക്കണം, ഒരുപാട് പേർക്ക് നന്മ ചെയ്യണം. ഇത് എന്നോട് പറയുമ്പോൾ, കുഴിക്കണ്ണിയച്ഛൻ എന്നോട് പറയുമ്പോൾ വല്ലാതെ ഇടറുകയാണ്, വല്ലാതെ ശിവറിയുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എടോ, ഞാൻ കഴിഞ്ഞ 22 കൊല്ലമായി കുർബാന ചൊല്ലുകയാണ്. എനിക്കൊരിക്കലും ആ ഡ്രൈവറെ പോലെ ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിഞ്ഞിട്ടില്ലല്ലോ. അവസാനമായി ഈ വാക്കുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഇനിയും ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുർബാന കണ്ടോ എന്നൊരു ചോദ്യമില്ല, കുർബാന കൊണ്ടോ എന്നൊരു ചോദ്യമില്ല, കുർബാന ചൊല്ലിയോ എന്നൊരു ചോദ്യമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, കുർബാനയാകാമോ? കുർബാന ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അത് ഒരു സൂത്രപ്പണിയിൽ പറയുന്നതല്ല, എന്നാൽ അതൊരു സൂത്രവാക്യമാണ്. എന്തെന്നാൽ അതിൻ്റെ തത്വം ഇത്ര മാത്രമേ ഉള്ളൂ, അത് സ്വയം മറന്ന് മറ്റുള്ളവനെ ജീവിപ്പിക്കുന്നതാണ്. അത് സ്വയം മുറിച്ച് മറ്റുള്ളവന് നൽകുന്നതാണ്. അത് എന്നെ കുറച്ചോർത്ത് മറ്റവനെ കൂടുതൽ ഓർക്കുന്നതാണ്. അത് എന്നെ മുറിച്ച് മറ്റവൻ്റെ മുറിവുണക്കുന്നതാണ്. ഊറ്റി കുടിക്കുന്ന ഒരു ലോകമാണ്. ഇവിടെ വിശുദ്ധ കുർബാന ചുരത്തി കൊടുക്കുകയാണ്, അവസാന തുള്ളി വരെ കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു സമൂഹം നമുക്ക് കെട്ടുപണി ചെയ്യാം. ഇത് നീതിയുടെ ഒരു സമൂഹമാണ്, അത് കമ്മ്യൂണിയനാണ്, അത് കമ്മ്യൂണിറ്റിയാണ്, അത് കമ്മ്യൂണിസമാണ്. അത് കറക്റ്റ്ലി കണക്റ്റിംഗ് ടു ക്രൈസ്റ്റാണ്. ക്രിസ്തുവിനോട് ഉള്ള കൃത്യമായ ബന്ധപ്പെടലാണ്. ക്രിസ്തു എന്നുള്ള വിശുദ്ധിയോടെ ബന്ധപ്പെടുമ്പോൾ അശുദ്ധികൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയാണ്. ആ വിശുദ്ധിയിൽ നമ്മളൊരു പുതിയ സമൂഹത്തിന് വേണ്ടിയുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണ്.
അത് കുർബാനയാകാനുള്ള വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി സ്വീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയും പാപത്തെ സ്നേഹിക്കുവാനും പാപത്തോടെ ചേർന്ന് നിൽക്കാനും നമുക്ക് അനുവാദമില്ല. നമുക്ക് ആ പാട്ടിൻ്റെ ഈരടികൾ പാടി നമുക്ക് ഈ ശുശ്രൂഷ ഇന്നത്തേത് ഇവിടെ പൂർണ്ണമാക്കാം. ക്രൂശിന്മേൽ കാണുന്നതാരിത, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനിയും പോകും. പാപത്തെ